ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു സ്നാക്കാണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ കുറച്ച് സാധനങ്ങൾ മതി. പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ രുചികരമായൊരു സ്നാക്കാണ് കേട്ടോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് റവയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കും മധുരത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഇത് ഒരു നേരിയ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തത്. എന്നിട്ട് ഈ ഉപ്പും പഞ്ചസാരയും റവയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒരു അയഞ്ഞ ബാറ്ററാക്കി എടുക്കുക. റവ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് കുതിർന്ന് വരും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ ഇതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല കട്ടിയിലായിട്ടുണ്ട്. കൂടുതൽ കട്ടിയല്ല, നമ്മളിതിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ഇത് കട്ട പോലെ താഴേക്ക് വീഴണം. അതാണ് കറക്റ്റ് പാകം. ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ചുകൂടി റവ ചേർത്ത് ഈ കറക്റ്റ് പാകത്തിലാക്കി എടുക്കാവുന്നതാണ്. അതേസമയം കുറച്ച് തിക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഈ പാകത്തിലാക്കിയെടുക്കണം. പൊടി ലൂസായാൽ നമ്മൾക്ക് ക്രിസ്പി ആയിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കണമെന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകം, കറുത്ത ജീരകമില്ലേ, അത് ചേർക്കാം. കറുത്ത ജീരകമൊക്കെ വളരെ ഹെൽത്തിയാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്യണ സാധനങ്ങളിൽ നമ്മൾ ചേർത്ത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കറുത്ത ജീരകത്തിന് പകരം കറുത്ത എള്ളും ചേർക്കാവുന്നതാണ്. പിന്നെ വലിയ ജീരകത്തിന് പകരം ചെറിയ ജീരകം, അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഏത് ജീരകത്തിൻ്റെ ടേസ്റ്റാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിൽ നിന്ന് കുറച്ച് വീതം എടുത്തിട്ട് നമ്മൾ നട്ട്സ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് കുറച്ച് മാവ് വീതം എടുത്തിട്ടാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് കവർ ചെയ്യേണ്ടത്. അതായത് കൂടുതൽ കട്ടിയിൽ കവറിങ് പാടില്ല, വളരെ ലൈറ്റായിട്ട് മതി. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ എണ്ണ നന്നായിട്ട് ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ബാറ്റർ എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഓരോ അണ്ടിപ്പരിപ്പും മാവും കൂടി എടുത്തിട്ട് നമുക്ക് ഉള്ളിലാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ വേറെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ഒരു അണ്ടിപ്പരിപ്പ് എടുത്ത് പിന്നെ കുറച്ച് മാവും കൂടി എടുത്ത് നമ്മൾ പൊതിഞ്ഞൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ആദ്യം ഇട്ടതൊക്കെ കരിയും. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ബാറ്ററുള്ള പാത്രത്തിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നമുക്ക് കുറച്ചെടുത്തിട്ട് പൊതിഞ്ഞെടുക്കാവുന്നതാണ്. അതിലേക്ക് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ബാറ്റർ ബാക്കി വന്നാൽ അണ്ടിപ്പരിപ്പ് വീണ്ടും അതിനകത്തേക്ക് ചേർത്ത് നമുക്ക് അവസാനം വരെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഫ്രൈ ചെയ്യുമ്പോഴേക്കും ആദ്യം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടണം. അതായത് മീഡിയം ഫ്ലെയിമിൽ കൂടുതൽ വെക്കരുത്. ഇട്ടതിന് ശേഷം വേഗം തന്നെ അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ആ ലോ ഫ്ലെയിമിൽ വളരെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. എന്നാലേ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നല്ല ചൂടിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ക്രിസ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കാഷ്യൂ ബൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കുമൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ ഇത് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ കുട്ടികൾക്ക് ഇടനേരത്തിൽ ഇങ്ങനെ കടിച്ച് കഴിക്കാവുന്നതാണ്. കുറിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ബാക്കി കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടു, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. ഇതൊരു കണ്ടെയ്നറിൽ ആക്കി വെച്ചാൽ കൂടുതൽ ഉണ്ടാക്കിയിട്ട്
വെച്ചാൽ കുട്ടികൾക്ക് ഇട നേരത്തൊക്കെ കുറിക്കാൻ നല്ലതാണ്. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക്